അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1453, സൂറത്തുൻ നഹൽ 43-44 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون بالبينات والزبر وأنزلنا إليك الذكر لتبين للناس ما نزل إليهم ولعلهم يتفكرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وما أرسلنا من قبلك, തങ്ങൾക്ക് മുമ്പ് നാം പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടില്ല, ഇല്ലാ റിജാലൻ, കുറെ പുരുഷന്മാരെ അല്ലാതെ. നൂഹയിലേഹിം, ആ പ്രവാചകന്മാരായി നിയോഗിച്ച പുരുഷന്മാരിലേക്ക് നാം ദിവ്യബോധനം നൽകുകയുണ്ടായി. അതിനാൽ ഫസ്അലു അഹ്ല ദിക്രി, അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കുക, ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ. ബിൽ ബയ്യിനാത്തി വസ്സുബുരി, തെളിവുകളും ഏടുകളുമായിട്ടാണ് അല്ലെങ്കിൽ വിജ്ഞാനവുമായിട്ടാണ് ആ പ്രവാചകന്മാരെ നാം നിയോഗിച്ചിരിക്കുന്നത്. വഅൻസൽനാ ഇലൈക ദിക്റ, തങ്ങളിലേക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. ലിതുബയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ. മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിനെ. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നവരാവാൻ വേണ്ടിയും ആണ് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. കഴിഞ്ഞ കുറെ സൂക്തങ്ങളിലൂടെ അള്ളാഹുവിന്റെ എതിരാളികളായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിമർശകരായിട്ടുള്ള ആളുകൾ, ആ ആളുകളുടെ ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധ്യൻ എന്ന കാര്യത്തിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരാണ് എന്ന കാര്യത്തിലും, പുനർജന്മം ഉണ്ടാവുമോ ഇല്ലേ എന്ന കാര്യത്തിലുമൊക്കെ തർക്കിക്കുന്ന ആളുകൾ വിവിധ സംശയങ്ങൾ ഉന്നയിക്കുകയും ആ സംശയങ്ങൾക്ക് ഓരോന്നിനുമുള്ള മറുപടി ഉരുളക്കുപ്പേരി പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യുകയായിരുന്നു കഴിഞ്ഞ സൂക്തങ്ങളിൽ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം, യഅലം അന്നഹാദാ, ഈ പറഞ്ഞത് വമാ അർസൽനാ മിൻ ഖബലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, തങ്ങൾക്ക് മുമ്പ് പുരുഷന്മാരെ അല്ലാതെ നാം പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഹുവ ശുബ്ഹത്തുൽ ഖാമിസത്തു ലി മുൻകിരിൻ നുബുവ്വ, നുബുവത്തിനെ നിഷേധിക്കുന്ന ആളുകളുടെ അഞ്ചാമത്തെ സന്ദേഹമാണ്, അഞ്ചാമത്തെ സംശയമാണ്. അതായത് കാനൂ യഖൂലൂന, അവർ പറയാറുണ്ടായിരുന്നു, അല്ലാഹു അഅലാ വജല്ലു മിൻ യകൂന റസൂലുഹു വാഹിദൻ മിനൽ ബശർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ഒരാളാവുന്നതിനേക്കാളൊക്കെ എത്രയോ ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ, വേറെ ആരെ വേണമെങ്കിലും, മലക്കിനെ വേണമെങ്കിലും പ്രവാചകനെ നിയോഗിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ആ സ്ഥിതിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായിട്ടൊരു മനുഷ്യനെ നിയോഗിച്ചു എന്ന് പറയുന്നത് അള്ളാനെ കൊച്ചാക്കലാണ്. ഇതായിരുന്നു അവരുടെ ഒരു വാദഗതി. ബെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞ ഒരു ദുഷ്ടലാക്കിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് വാസ്തവത്തിൽ അത്തരം ഒരു ആരോപണം. ഇവിടെ അള്ളാനെ ബഹുമാനിച്ചിട്ടൊന്നുമല്ല, മറിച്ച് നബിതങ്ങളെ നിരാകരിക്കാൻ ഈ പറച്ചിലാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടുള്ള ഒരു രീതിയാണിത്. അപ്പോ നേരത്തെ ഖുർആനിനെ അത് കെട്ടുകഥയാണ് എന്ന് പറഞ്ഞ ഒരു സംശയത്തിന് മറുപടി അള്ളാഹു പറഞ്ഞു. അതേപോലെ തന്നെ മലക്കിനെ എന്തുകൊണ്ട് അയക്കുന്നില്ല എന്നത് നേരത്തെ ഉന്നയിച്ചു. അതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മൾ അല്ലാതെ ആരെയും ആരാധിക്കൂലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് തൃപ്തിയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അത്തരം സംശയങ്ങളുടെ മറുപടിയുടെ കൂട്ടത്തിൽ തന്നെയാണ് അല്ലാഹു തആല പറയുന്നത്, എന്ത് മനുഷ്യനായിട്ടുള്ള ഒരാളെ പ്രവാചകനാക്കി അയക്കാൻ മാത്രം അല്ലാഹു തആല അത്ര കഴിവുകെട്ടവനൊന്നല്ല എന്നാണ് ഇവരുടെ വാദം.
മറിച്ച് അവർ പറഞ്ഞെന്താ, ബല്ലൗ അറാദ ബിഅസത റസൂലിൻ ഇലൈന, നമ്മിലേക്കൊരു ദൂതനെ, ഒരു പ്രവാചകനെ അയക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലകാന യബ്അസു മലക്കൻ, അള്ളാഹു താല ഒരു മാലാഖയെ അയക്കുമായിരുന്നു, ഒരു മലക്കിനെ അയക്കുമായിരുന്നു. കാരണം എന്താ, അയക്കണ ആളെയും കൂടെ നോക്കണ്ടേ നമ്മൾ, അയക്കുന്നത് പടച്ചവനല്ലേ. അപ്പൊ പടച്ചവൻ ഇങ്ങനെ ഒരു മനുഷ്യനെ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഇങ്ങനെ അയക്കുക എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷെ അതിന്റെ മറുപടി യഥാർത്ഥത്തിൽ എന്താണ്? അതിന്റെ മറുപടി ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന്റെ മറുപടി എന്നുള്ളത്? അതിന്റെ മറുപടി എന്താ? ഉദാഹരണമായിട്ട് ഖുർആനില് സൂറത്തുൽ അൻആം നോക്കൂ, 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 8-9 സൂക്തങ്ങൾ. അവിടെ അല്ലാഹു തആല പറഞ്ഞത് കാണാം, വഖാലൂ ലൗലാ ഉൻസില അലൈഹി മലക് വലൗ അൻസൽനാ മലകൻ ലഖുദിയൽ അംറു സുമ്മ ലാ യുൻളറൂൻ വലൗ ജഅൽനാഹു മലകൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. അള്ളാഹുടെ പറഞ്ഞ മറുപടി രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു തആലയോട് സൂചിപ്പിച്ചത്. അവർ പറഞ്ഞു ലൗലാ ഉൻസില അലൈഹി മലക്കുൻ, എന്താണ് ഒരു മലക്കിനെ ഇറക്കപ്പെടാത്തത്? മുഹമ്മദ് നബി ശരിയായ പ്രവാചകനാണ് എന്നതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു മലക്കിന് എന്തുകൊണ്ട് ഇറക്കപ്പെടുന്നില്ല, അവതരിപ്പിക്കപ്പെടുന്നില്ല എന്നവർ ചോദിച്ചു. എന്നാൽ അള്ളാഹുവിന് പറഞ്ഞ മറുപടി ഒന്നെന്താണ്, വലൗ അൻസൽനാ മലക്കൻ, അവരെ ആവശ്യപ്രകാരം നമ്മളൊരു മലക്കിനെ നിയോഗിച്ചിരുന്നുവെങ്കിൽ ലഖുദിയൽ അംറു, കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു, സുമ്മ ലാ യുൻളറൂൻ, പിന്നീട് അവർക്ക് സാവകാശം കിട്ടൂല. അതായത് ആവശ്യപ്പെട്ട തെളിവ് കൊടുത്തിട്ട് പിന്നെ നിരാകരിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ സഡൻ അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാവും. അപ്പൊ അവർ നശിച്ചു പോകും. മുൻകാല സമുദായങ്ങളിലൊക്കെ ഉണ്ടായതുപോലത്തെ നാശം അവർക്ക് വരും. എന്നാൽ ഈ ഉമ്മത്തിനെ അങ്ങനെ നശിപ്പിക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അവരാവശ്യപ്പെട്ട തെളിവ് കൊടുക്കാതിരുന്നത് എന്നതാണ് ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തെ മറുപടി എന്താണ്? അൻആം 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വലൗ ജഅൽനാഹു മലക്കൻ, നമ്മൾ ആ പ്രവാചകനെ മലക്കാക്കിയാൽ, അഥവാ അവരാവശ്യപ്പെട്ടതുപോലെ ഒരു മലക്കിനെ നമ്മൾ പ്രവാചകനായി നിയോഗിച്ചാൽ ലജഅൽനാഹു റജുലൻ, ആ മലക്കിനെ നമ്മളൊരു മനുഷ്യനാക്കേണ്ടി വരും, ഒരു പുരുഷനാക്കേണ്ടി വരും. അഥവാ പുരുഷന്റെ രൂപത്തിലേ മലക്കിനെ ഇറക്കാൻ സാധിക്കൂ. അതായത് മനുഷ്യന്മാർക്ക് മലക്കിനെ കാണണ്ടേ, മലക്കിനെ കാണാൻ പറ്റുന്ന പരുവത്തിലോ അതിനാവശ്യമായ പ്രകൃതത്തിലോ അല്ല, മലക്കിന്റെ തനതായ ശൈലിയിലും സ്വഭാവത്തിലും മലക്കിന്റെ ശരിയായ പ്രകൃതത്തിലും മലക്ക് രൂപപ്പെട്ടാൽ ആ മലക്കിനെ കാണാൻ ആർക്ക് സാധിക്കില്ല? മനുഷ്യന് സാധിക്കില്ല. അപ്പൊ പിന്നെ മനുഷ്യന് കാണാൻ പറ്റും പരുവത്തിൽ എന്ത് ചെയ്യണം? ഈ മലക്കിനെ രൂപപ്പെടുത്തണം. മലക്കിനെ രൂപപ്പെടുത്തുന്നതിന് തടസ്സമൊന്നുമില്ല. മാന്യമായിട്ടുള്ള ഏത് രീതിയിലും മലക്കുകൾക്ക് പ്രത്യക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് മലക്കിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ മഹാന്മാര് പറയുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് തന്നെ സ്വഹാബത്തിന് കാണാൻ വേണ്ടി, അവർക്ക് ദീനിന്റെ നിയമങ്ങൾ ഒരു ചോദ്യോത്തര രൂപത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന കഥ ഇമാം ബുഖാരി മുസ്ലിം അടക്കമുള്ള എല്ലാ ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിക്കുന്നുണ്ടല്ലോ അല്ലേ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരാൾ വരുന്നു. ആരാണ് വരുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താ? ഷദീദു ബയാലി ശഅർ, നല്ല കറുത്ത മുടി, അതേപോലെ തന്നെ ഷദീദു ബയാലി സിയാബ്, മുടിയുടെ കറുപ്പ് ശക്താണ്. ഷദീദു സവാദി ശഅരി, അതേസമയത്ത് ഷദീദു ബയാലി സിയാബി, വസ്ത്രത്തിന്റെ വെളുപ്പും ശക്തിയാണ്. നല്ല വെളുപ്പുള്ള വസ്ത്രം, നല്ല കറുത്ത മുടിയുള്ള ഒരു ചെറുപ്പക്കാരൻ നബിതങ്ങളുടെ സദസ്സിലേക്ക് വരുന്നു. എന്നാൽ ലാ യുറാ അലൈഹി അസറു സഫർ, യാത്രയുടെ ലക്ഷണങ്ങളൊന്നും അദ്ദേഹത്തിൽ കാണാനില്ല. ഞങ്ങളാണെങ്കിലോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്കും അദ്ദേഹത്തെ അറിയുകയുമില്ല. അപ്പൊ അപരിചിതനാണ് ഇദ്ദേഹം. പക്ഷെ മറ്റൊരു നാട്ടിൽ നിന്ന് വരുന്നയാൾ ഇത്ര ഫ്രഷായിട്ട് അങ്ങനെ ഒരാളെ യാത്രയുടെ അടയാളങ്ങളൊന്നും ഇല്ലാതെ കാണാൻ സാധിക്കും. നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് അയൺ ചെയ്ത് ഡ്രസ്സ് ധരിച്ചാൽ അതിൽ സീറ്റിലിരുന്നാൽ, ബസ്സിലിരുന്നാലോ അല്ലെങ്കിൽ കാറിലിരുന്നാലോ ഒക്കെ എന്താവും, ചെറുതായിട്ടൊരു ചുളിവൊക്കെ അനുഭവപ്പെടൂലേ വസ്ത്രത്തിന്. അങ്ങനത്തെ ഒന്നും ഇദ്ദേഹത്തിൽ അനുഭവപ്പെടുന്നില്ല. ഇപ്പൊ അങ്ങ് ഡ്രസ്സ് ധരിച്ച പോലെ. എന്നാൽ ഇപ്പോൾ ഡ്രസ്സ് ധരിക്കാൻ മാത്രം ഇയാൾ ഇവിടെ എവിടെയുള്ള ആളല്ല, വീട്ടിൽ നിന്ന് ഡ്രസ്സും ധരിച്ചിങ്ങോട്ട് വരാൻ. അപ്പൊ അതുകൊണ്ട് അയാളെ ഞങ്ങൾക്കാർക്കും പരിചയമല്ല. ഏതായാലും അങ്ങനെ ഒരാൾ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരുന്നു.
നബിതങ്ങളിലേക്ക് കാൽമുട്ട് ചേർത്ത് വെച്ച് അദ്ദേഹം ഇരുന്നിട്ട് നബിതങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ മറുപടി കറക്റ്റാണ് എന്ന് അതൊക്കെ സ്ഥിരീകരിക്കുന്നു. അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഓരോ ചോദ്യവും മറുപടിയും, ഈമാൻ കാര്യം എത്ര, ഇസ്ലാം കാര്യം എത്ര, യഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അന്ത്യനാൾ എപ്പോഴാണ്, അടയാളങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഓരോ ചോദ്യം ചോദിക്കുകയും മറുപടി നിബിധങ്ങൾ പറയുമ്പോൾ സദഖത്ത, നിങ്ങളുടെ ആൻസർ കറക്റ്റാണ് എന്ന അദ്ദേഹത്തിന്റെ കമന്റും. ചോദ്യം ചോദിച്ചിട്ട് മറുപടി കിട്ടുമ്പോൾ മറുപടി കറക്റ്റാന്ന് പറയണമെങ്കിൽ ഇയാൾക്ക് നേരത്തെ മറുപടി അറിയണ്ടേ? മറുപടി നേരത്തെ അറിയുന്ന ആളാണ്, പിന്നെ ഇയാൾ എന്തിനാണ് ഈ ചോദ്യം ചോദിച്ച് വെറുതെ കഷ്ടപ്പെടുന്നത് എന്ന അത്ഭുതമൊക്കെ അയാളെ കാര്യത്തിൽ ഞങ്ങൾക്കുണ്ടായി. പിടികിട്ടാത്ത ചില ഉത്തരങ്ങൾ കിട്ടാത്ത ചില ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വന്നു. എന്തായാലും ഈ ചോദ്യോത്തര ശേഷം അദ്ദേഹം പോയി. അദ്ദേഹം പോയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇപ്പൊ വന്നു പോയത് ആരാന്ന് നിങ്ങൾക്ക് അറിയോ ഉമറേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിയില്ലല്ലോ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അത് ദാക ജിബ്രീൽ അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീനിന്റെ പ്രധാനപ്പെട്ട ചില തിയറികൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ചോദ്യോത്തര രൂപത്തിൽ അത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കായിരുന്നു അത്. അപ്പൊ അവിടെ മനുഷ്യന്റെ രൂപം പ്രാപിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അപ്പോൾ ആ രൂപത്തിൽ വന്ന ആളെ ആര് കണ്ടു? ആർക്ക് മനസ്സിലായി? സഹാബത്തിന് മനസ്സിലായി, കാണാനും പറ്റി. അപ്പൊ എന്ന പോലെ ഇവർക്ക് കാണാൻ പറ്റും വിധത്തിൽ നമ്മൾ മലക്കിനെ നിയോഗിക്കുകയാണെങ്കിൽ ലജഅൽനാഹു റജുലൻ, ആ മലക്കിനെ നമ്മൾ മനുഷ്യനാക്കേണ്ടി വരും, ഒരു പുരുഷന്റെ കോലത്തിൽ അയക്കേണ്ടി വരും. എന്നാൽ പുരുഷന്റെ കോലത്തിൽ മലക്ക് വന്നാലോ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ, ഇപ്പോഴുള്ളവരുടെ കൺഫ്യൂഷൻ അത് അങ്ങനെ തന്നെ തുടരും. കാരണം എന്താ, ഇത് വേറെ എവിടുന്ന് ഇറക്കുമതി ചെയ്തൊരു മനുഷ്യനാണെന്നല്ലേ അവർ പറയൂ, അത് മലക്കാണെന്ന് അവർ സമ്മതിക്കുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഒരു മലക്കിനെ നിയോഗിച്ച് പ്രബോധനം നടത്തുക എന്ന സംഗതി അത് സാധാരണഗതിയിൽ പോസിബിൾ അല്ല എന്ന് അല്ലാഹു തആല മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മറുപടിയുടെ ഒരു ചുരുക്കം തന്നെയാണ് ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മലക്കിനെ അല്ല, മലക്കിനെ പിന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അയക്കുന്ന പണി അത് ആർക്കില്ലാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കില്ല. ഇവരുടെ ഈ വാദഗതി ശരിയല്ല എന്ന്. അപ്പൊ ധാരാളം സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അപ്പൊ ഇവരുടെ ഈ സംശയത്തിന്റെ മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. എന്ത്, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ, തങ്ങൾക്ക് മുമ്പ് കുറെ പുരുഷന്മാരെ മാത്രമാണ് നമ്മൾ പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടുള്ളത്. നൂഹി ഇലൈഹിം, അവരിലേക്ക് നമ്മൾ ദിവ്യബോധനം നൽകുകയും ചെയ്തിരിക്കുന്നു. വൽ മഅന, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അന്ന ആദത്തല്ലാഹി തആല മിൻ അവ്വലി സമാനിൽ ഖൽഖി വത്തക്ലീഫ്, സൃഷ്ടിപ്പിന്റെ ആദ്യം മുതൽ ജനങ്ങൾക്ക് അള്ളാഹു നിർദ്ദേശം കൊടുക്കാൻ തുടങ്ങുന്നതിന്റെ ആദ്യം മുതൽ തന്നെ പടച്ചവന്റെ പതിവ് അന്നഹു ലം യബ്അസ് റസൂലൻ ഇല്ലാ മിനൽ ബശർ, മനുഷ്യരിൽ നിന്ന് മാത്രമേ മനുഷ്യരിലേക്ക് അല്ലാഹു തആല ദൂതന്മാരെ നിയോഗിച്ചിട്ടുള്ളൂ എന്നതാണ്. ഫഹാദിഹിൽ ആദത്തു മുസ്തമിറത്തുൻ ലില്ലാഹി സുബ്ഹാനഹു വ തആല, ഈ പതിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരിലേക്ക് പ്രവാചകരായി അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വതഅനു ഹൗലാഇൽ ജുഹാലി ബിഹാദ സുആലിർ റഖീഖ് അയ്ളൻ മിൻ തഅനുൻ ഖദീമുൻ ഫലാ യുൽതഫതു ഇലൈഹി, അല്ലാഹു തആല നേരത്തെ മനുഷ്യനെയാണ് നിയോഗിക്കാറുള്ളത് ജനങ്ങളിലേക്ക്. എന്നാൽ മനുഷ്യന്മാര് പ്രവാചകന്മാരായി വന്നപ്പോൾ വിവരദോഷികളായ ആളുകൾ ഈ വിവരക്കേട് പണ്ടുമുതലേ ഉന്നയിക്കുന്നുണ്ട്. അതേ വിവരക്കേട് മക്കയിലെ മുശ്രിക്കുകളും ആവർത്തിച്ചു. എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവരെന്നും വിവരമില്ലാത്തവർ തന്നെ, പൊട്ടത്തരം പറയുന്നവരെന്നും പൊട്ടത്തരം പറയുന്നവർ തന്നെ എന്നൊരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫലാ യുൽതഫതു ഇലൈഹി, ഈ അഭിപ്രായം മൈൻഡ് ചെയ്യേണ്ടതില്ല. എന്തുകൊണ്ട് മലക്കിനെ അയച്ചില്ല എന്ന ചോദ്യം അത് അവഗണിക്കുകയാണ്. അതായത് ശരിയല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ആ ചോദ്യത്തിന്റെ ക്ലാരിഫിക്കേഷൻ ഉദ്ദേശിച്ച് ചോദിക്കുകയാണെങ്കിൽ നിവാരണം ഉദ്ദേശിച്ചുകൊണ്ട് മറുപടി പറയാം. പക്ഷേ നിവാരണം ഉദ്ദേശിച്ചല്ല, കുത്തിത്തിരിപ്പ് ഉദ്ദേശിച്ചാണ് ചോദിക്കുന്നതെങ്കിലോ ആ ചോദ്യത്തിനെ അവഗണിക്കുകയാണ് അതിന്റെ മറുപടി എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഒരു കാര്യം ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, വമാ അർസൽനാ മിൻ ഖബ്ലിക, തങ്ങൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല ഇല്ലാ റിജാലൻ, മനുഷ്യന്മാരെ പുരുഷന്മാരെ അല്ലാതെ നിയോഗിച്ചിട്ടില്ല പ്രവാചകന്മാരായിട്ട്. നൂഹയിലേഹി മുതലേക്ക് നമ്മൾ വഹയി കൊടുത്തു പറഞ്ഞാൽ പ്രവാചകന്മാരായിട്ട് പുരുഷന്മാരെ മാത്രമേ നിയോഗിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഒരു കാര്യം കൂടെ മനസ്സിലായി. റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദല്ലത്തിൽ ആയത്തു അലാ അന്നഹു തആല മാ അർസല അഹദൻ മിനൻ നിസായി
സ്ത്രീകളിൽ നിന്ന് ഒരാളെയും അല്ലാഹു തആല പ്രവാചകരായി നിയോഗിച്ചിട്ടില്ല എന്നുകൂടെ ബോധ്യപ്പെട്ടു. എല്ലാ ആളുകളും ആരെന്നെയാണ് പ്രവാചകന്മാരെ വന്നതൊക്കെ പുരുഷന്മാർ മാത്രമാണ്. ഒരു നബിച്ചിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ദല്ലത്ത് അയ്ളൻ അലാ അന്നഹു മാർസല മലക്കൻ, മലക്കിനെയും അല്ലാഹു തആല പ്രവാചകരായിട്ട് മനുഷ്യരിലേക്ക് നിയോഗിച്ചിട്ടില്ല എന്നും അല്ലാഹു നമുക്കിവിടെ കൃത്യമായിട്ട് ബോധ്യപ്പെടുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പ്രവാചകരായിട്ട് മനുഷ്യരിലേക്ക് വരണം എന്ന ഈ ആവശ്യം അത് അമ്പേ തള്ളപ്പെടേണ്ടതും ഒരു നിലക്കും പരിഗണിക്കേണ്ടതില്ലാത്തതുമാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നിട്ട് ഇത്രയും അല്ലാഹു പറഞ്ഞപ്പോൾ അവരുടെ ചോദ്യത്തിന് മറുപടി ആയല്ലോ. എന്ത്, മലക്കിനെ എന്തുകൊണ്ട് അയച്ചില്ല എന്ന് വെച്ചപ്പോൾ മലക്കിനെ അയക്കണ പതിവില്ല. മനുഷ്യരിലേക്ക് സമുദ്ധാരണ പ്രവർത്തനത്തിനു വേണ്ടി മനുഷ്യനെ തന്നെയാണ്, പുരുഷനെ തന്നെയാണ് അള്ളാഹു അയക്കാറ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു പറയാണ് ഫസ്അലു, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കൂ, അഹ്ല ദിക്രി, അറിവുള്ളവരോട് ചോദിക്കൂ, ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ആ പറഞ്ഞതിന്റെ അർത്ഥം മലക്കിനെ അയക്കലിൽ അള്ളാഹുവിന് പതിവില്ല എന്ന വിവരം നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ ധാരണയനുസരിച്ചും വിവരമുള്ളവരാണ് എന്ന് ധരിക്കുന്നവരുണ്ടല്ലോ നിങ്ങൾ, അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അള്ളാഹു തആല മുമ്പ് എപ്പോഴെങ്കിലും മനുഷ്യന്മാരല്ലാത്ത അല്ലെങ്കിൽ മലക്കുകളായിട്ടുള്ളവരെ ദൂതന്മാരായി ഏതെങ്കിലും സമുദായത്തിലേക്ക് നിയോഗിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കൂ. അത് നിങ്ങൾ ചോദിച്ചു നോക്കൂ. മനസ്സിലായോ? അതായത് ഈ വാദത്തിന്റെ മറുപടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്ന, അവരെ ശരിക്കും ഉത്തരം മുട്ടിക്കുന്നതും അവരെ അങ്ങേറ്റം പ്രതിസന്ധിയിലാക്കുന്നതുമായിട്ടുള്ള ഒരു സജഷനാണ് അല്ലാഹു തആല മുന്നോട്ട് വെക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. എന്ത്, ഇന്നഹും കാനൂ മുഖിരീന, ഈ മക്കത്തെ മുശ്രിക്കുകൾ സമ്മതിച്ചിരുന്നു ബി അന്നൽ യഹൂദ വൻ നസാറ, ജൂത നസാറാക്കളൊക്കെ അസ്ഹാബുൽ ഉലൂമി വൽ കുതുബി, അവര് വിവരമുള്ളവരും അതോടൊപ്പം തന്നെ ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവരുമാണ് എന്ന വിശ്വാസം യഹൂദി നസാറാക്കളെ കുറിച്ച് മക്കത്തെ മുശ്രിക്കിനുണ്ടായിരുന്നു. അപ്പൊ ഫഅമറഹുമുല്ലാഹു, അല്ലാഹു തആല അവരോട് കൽപ്പിക്കുകയാണ് ബിഅയ്യർജിഉ ഫി ഹാദിഹിൽ മസ്അല, നിങ്ങൾക്കിപ്പോ സംശയത്തിലായി ഈ അഭിപ്രായത്തിൽ, ഈ വിഷയത്തിൽ നിങ്ങൾ മടങ്ങൂ, ഇലൽ യഹൂദി വൻ നസാറ, യഹൂദി നസാറാക്കളിലേക്ക് മടങ്ങൂ. ചില അവരോട് നിങ്ങൾ ചോദിക്കൂ, ലിയുബയ്യിനു ലഹും ലഅഫ ഹാദിഹി ശുബ്ഹ വസുഖൂതഹ, ഈ അഭിപ്രായത്തിന്റെ ദുർബലതയും അതേപോലെ തന്നെ ഈ അഭിപ്രായം നിലനിൽക്കുന്നതല്ലെന്നും അവർ വിശദീകരിച്ചു തരും. കാരണം ഫൈനൽ യഹൂദിയ വൻ നസറാനിയ, യഹൂദി നസാറാക്കൾ ലാബുദ്ദ ലഹുമ, അവർക്ക് അനിവാര്യമാണ് മിൻ തദീഫി ഹാദിഹി ശുബ്ഹത്തി വ ബയാനി സുഖൂതിഹ, അവർക്ക് എന്ത് ചെയ്യണം, ഈ അഭിപ്രായം ശരിയല്ലെന്നും ഇത് ബുദ്ധിശൂന്യതയാണെന്നും അവരും സ്ഥാപിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കാൻ അല്ലാഹു തആല ഇവരെ നിർബന്ധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം എന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറയണ്ട, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിവരമുള്ളവരെന്ന് നിങ്ങൾ സമ്മതിക്കുന്നവരുണ്ടല്ലോ, നബി തങ്ങളുടെ കാര്യത്തിലല്ലേ നിങ്ങൾക്ക് സംശയമുള്ളൂ, യഹൂദി നസാറാക്കൾക്ക് വിവരമുണ്ടെന്നല്ലേ നിങ്ങളുടെ വെപ്പ്, എങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ. എന്ത്, അല്ലാഹു തആല മുൻകാലത്ത് നബി നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ആരയച്ചിട്ടുണ്ടോ, നബിമാരായിട്ട് മലക്കുകൾ അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. അപ്പൊ യഹൂദി നസാറാക്കൾക്കും സ്ഥിരീകരിക്കേണ്ടി വരും മലക്കിനെ അല്ലാഹു തആല റസൂലായിട്ട് അയക്കാറില്ല എന്ന്. അപ്പൊ നിങ്ങളുടെ ഈ വാദം അമ്പേ പരാജയപ്പെട്ടു പോകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു കാര്യം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, വിവരമില്ലാത്ത ആളുകൾ വിവരമുള്ളവർ പറഞ്ഞെടുത്ത് നിൽക്കലാണ് അവരുടെ കടമ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. അഥവാ അള്ളാഹുവിന്റെ ഖുർആനും മുത്തനബിന്റെ സുന്നത്തും ഡീപ്പായിട്ട് പഠിക്കാൻ അവസരം കിട്ടാത്ത നമ്മൾ അത് ഡീപ്പായി പഠിച്ച പണ്ഡിതന്മാരെ അംഗീകരിച്ചും അവരെ ഉൾക്കൊണ്ടും മുന്നോട്ട് പോകലേ നമ്മുടെ മുന്നിൽ മാർഗമുള്ളൂ. അഥവാ മഹാന്മാരായിട്ടുള്ള അയിമ്മത്ത് മുജ്തഹിദുകളെ തഖ്ലീദ് ചെയ്തുകൊണ്ട് നാലാലൊരു മദ്ഹബ് സ്വീകരിച്ച് ജീവിക്കുക എന്ന മുസ്ലിം ഉമ്മത്തിന്റെ കാലങ്ങളായിട്ടുള്ള നിലപാട്, അത് മാത്രമാണ് ഖുർആനും മുന്നോട്ട് വെക്കുന്നത്. അതിനു വിരുദ്ധമായി എന്തെങ്കിലും നമുക്ക് കിട്ടിയ വിവരം വെച്ച് നമ്മളിങ്ങനെ ആളാവാൻ നിൽക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. തഖ്ലീദ് എന്ന് പറയുന്ന അഥവാ മഹാന്മാരായ അറിവുള്ള പണ്ഡിതന്മാരെ അംഗീകരിക്കുക എന്ന ശൈലി, ആ ശൈലി നിർബന്ധമാണെന്ന് കൂടി നമുക്കിവിടെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ഫസ്അലു അഹ്ല ദിക്രി, നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കൂ, ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ. ബിൽ ബയ്യിനാത്തി വസ്സുബുരി, അവിടെ രണ്ട് രൂപത്തിൽ അതിന് വ്യാഖ്യാനമുണ്ട്. ഒന്ന് ബിൽ ബയ്യിനാത്തി വസ്സുബുരി എന്ന് പറഞ്ഞാൽ തെളിവുകളും അതേപോലെ തന്നെ രേഖകളുമായിട്ടാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചത് എന്ന്.
മറ്റൊരർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞതിനോട് ചേർത്ത് തെളിവുകളും അതേപോലെ തന്നെ രേഖകളും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു നോക്കൂ എന്നാണ് പറഞ്ഞത് എന്നും അർത്ഥവും വ്യാഖ്യാനവും ഇവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുകയാണ്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. നബിയെ, തങ്ങളിലേക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു ജനങ്ങൾക്ക് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ മാ നുസില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിലെ, വലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കുന്നവരാവാൻ വേണ്ടിയുമാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണവും റസൂലുള്ളാഹിയുടെ വ്യാഖ്യാനവും അതാണ് ഖുർആനിന്റെ വ്യാഖ്യാനം, അതാണ് ലക്ഷക്കണക്കിന് ഹദീസുകൾ. അപ്പൊ ആ ഖുർആനും അതേപോലെ തന്നെ ആ ലക്ഷക്കണക്കിന് ഹദീസുകളും രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്കല്ലാതെ വാസ്തവത്തിൽ ദീനിന്റെ ആത്മാവ് തൊട്ടറിയാൻ കഴിയില്ല. എന്നാൽ ഇന്ന് നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ 1,00,000 ഹദീസ് പോലും കിട്ടാനില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ പൂർവ്വസൂരികളായ മഹത്തുക്കൾ, മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ അൽ കൂഫി റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഹദീസുകളുടെ വലിയ ശേഖരം തന്നെ കണ്ടവരും അല്ലാഹു തആലാന്റെ ഖുർആനിന് മുത്തനബി നൽകിയ വിശദീകരണത്തിന്റെ ശരിയായ ആശയം ഉൾക്കൊണ്ടവരുമാണ്. അതുകൊണ്ട് ഈ കാലത്ത് നമ്മൾ ആ മഹാന്മാരെ ഉൾക്കൊണ്ടുകൊണ്ട് അവര് അള്ളാഹുവിന്റെ ദീനിൽ ഇങ്ങനെയാണുള്ളത് എന്ന് ഖുർആനും ഹദീസും വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതന്ന ആശയങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായി നമ്മൾ ഖുർആനെ ശരിയായി ഉൾക്കൊണ്ടവരാവും. എന്നാൽ അവരൊക്കെ തള്ളി നമുക്ക് ഖുർആൻ എന്ന് മനസ്സിലാകുന്ന ഈ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ക്യാപ്സൂളുകളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആനെ നിരാകരിക്കുന്നവരാകും. അതുകൊണ്ടാണ് 4 ഒരു മദ്ഹബ് സ്വീകരിക്കാത്തവൻ വഴിപയച്ചവനും പഴപ്പിക്കുന്നവനുമാണെന്ന് മഹാന്മാരെ നിരീക്ഷിച്ചത് എന്നുകൂടി നമ്മളിവിടെ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ലത് ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.